ഹൃദ്രോഗം എന്നാൽ അത് പല വിധമാണുള്ളത്. പക്ഷേ നമ്മൾ പൊതുവേ അത് സംസാരിക്കുമ്പോൾ ഹൃദ്രോഗം നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ്. അതാണ് ഏറ്റവും വ്യാപകമായി ഉള്ളതും ഏറ്റവും കൂടുതൽ മരണനിരക്കുള്ളതും. കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ രക്തധമനികളിലുള്ള ബ്ലോക്ക്. ഹൃദ്രോഗം ഇത് മാത്രമല്ല, മറ്റ് ഹൃദ്രോഗങ്ങളുമുണ്ട്. കാർഡിയോമയോപ്പതി, അതായത് ഹൃദയത്തിൻ്റെ മസിലുകൾക്ക് വരുന്ന അസുഖങ്ങൾ, ഹൃദയ തുടുപ്പുകൾക്ക് വരുന്ന അസുഖങ്ങൾ, ആരിത്മിക് ഡിസോർഡേഴ്സ്, വാൽവുലാർ ഹാർട്ട് ഡിസീസ്, ഹൃദയ വാൽവുകൾക്ക് വരുന്ന അസുഖങ്ങൾ, ഇവയെല്ലാം സബ്സെറ്റ്സ് ആണ്. പക്ഷേ ഇതിനെല്ലാം ഒരു കാരണത്തിൽ നേരിട്ടോ അല്ലാതെയോ ഈ കൊറോണറി ആർട്ടറി ഡിസീസ് കാരണം ആയേക്കാം. പൊതുവെ പറയുമ്പോൾ കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ് പ്രിവെൻഷന് വേണ്ടി നമ്മൾ നോക്കുക. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മോഡിഫയബിൾ ഉണ്ട്, നോൺ മോഡിഫയബിൾ ഉണ്ട്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന റിസ്ക് ഫാക്ടേഴ്സ്, അതാണ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് പ്രായം കൂടുന്തോറും ഇതിനുള്ള റിസ്ക് കൂടി വരും. അതായത് രക്തക്കുഴലിന് അതിനായിട്ടുള്ള ചേഞ്ചസ് വരികയും തേയ്മാനങ്ങൾ സംഭവിക്കുകയും ഫങ്ഷൻസ് കുറയുകയും കൊഴുപ്പുകൾ ഡിപ്പോസിറ്റ് ചെയ്യും വരാം. രണ്ട്, നമ്മുടെ ജെൻഡർ. ആണുങ്ങൾക്കാണ് പൊതുവെ ഇതിനുള്ള ഇൻസിഡൻസ് കൂടുതൽ. പെണ്ണുങ്ങൾക്ക് ഒരു മെനോപോസ് വരെ അവരുടെ ഹോർമോൺസ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് മെനോപോസിന് ശേഷം ഇൻസിഡൻസ് രണ്ടുപേർക്കും ഒരേപോലെയാണ്. അടുത്ത റിസ്ക് ഫാക്ടർ ഫാമിലി ഹിസ്റ്ററി. പാരമ്പര്യമായിട്ട് വരുന്ന രോഗം. നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ, അച്ഛന് ഒരു 50 വയസ്സിന് മുമ്പേ അറ്റാക്ക് വന്നെങ്കിൽ മക്കൾക്ക് വരാം. അമ്മയ്ക്ക് 60 വയസ്സിന് മുമ്പേ അറ്റാക്കോ ഹൃദ്രോഗമോ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് അതിന് മുമ്പേ വരാൻ സാധ്യതയുണ്ട്. ഈ 3 കാര്യങ്ങൾ നമുക്ക് പൊതുവെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ ഇതുള്ളവർക്ക് റിസ്ക് അനുസരിച്ച് നീങ്ങുക, അതിനുള്ള പ്രതിവിധികൾ എടുക്കുക. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാം. അത് ആദ്യമായി പറയുകയാണെങ്കിൽ ഈ അസുഖങ്ങൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ നേരത്തെ കണ്ടുപിടിച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി പറയാൻ പോകുന്ന റിസ്ക് ഫാക്ടേഴ്സാണ് ഇപ്പോഴത്തെ തലമുറകളിൽ കൂടുതലായി കണ്ടുവരുന്നത്. ഒന്ന്, സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഷുഗറും വേണ്ട, കൊളസ്ട്രോളും വേണ്ട, പ്രഷറും വേണ്ട. അത് മാത്രം, ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻറ്റ് റിസ്ക് ഫാക്ടർ. അത് മാത്രം മതി ഹൃദ്രോഗമുണ്ടാക്കും. ഒബേസിറ്റി, അമിതവണ്ണം, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ഇപ്പം മിക്കപ്പോഴും ഒരു ഓഫീസ് ജീവിതമാണ്, ഇരുന്നുകൊണ്ടുള്ള ജോലിയായിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുക, വേറെ അനക്കമൊന്നുമില്ല, ദേഹം അനങ്ങാതെയുള്ള ജോലി. അതിൻ്റെ കൂടെ തന്നെ സ്ട്രെസ്സ്, സിവിയർ സ്ട്രെസ്. നമ്മളെല്ലാവരും ഒന്നോ മറ്റേതോ തരത്തിൽ സ്ട്രെസ് അനുഭവിക്കും. ഓഫീസിലാകാം, നമ്മുടെ കുടുംബത്തിലാകാം, എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ ഇതെല്ലാം ഇപ്പോഴത്തെ ഒരു തലമുറ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ റിസ്ക് ഫാക്ടേഴ്സ് മുൻപന്തിയിൽ നിൽക്കുന്നു. ഇത് ഹൃദ്രോഗത്തിന് കാരണമാകുകയും ചെയ്യും.